ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണമെന്ന് അല്ലെങ്കിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂട്ടോ. നമ്മുടെ ഡെയിലി ലൈഫിലെ ഓരോ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഓരോ ശീലങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ശീലങ്ങളും എങ്ങനെ മാറ്റിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഈസ് അശ്വതി. നമുക്കുള്ള ഓരോ ശീലങ്ങളാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഡെയിലി ഹാബിറ്റ്സിൽ കുറേ മാറ്റങ്ങൾ വരുത്തി നോക്കിയാൽ തന്നെ നമ്മുടെ ലൈഫ് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ ഒന്നാമത്തെ കാര്യം, ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നത്. പിന്നെ ഡെയിലി നാം ഓരോരുത്തരും ഫോണിൽ റീൽസിന് വേണ്ടി സ്ക്രോൾ ചെയ്യാൻ തന്നെ എത്ര നേരം കളയുന്നു, എത്ര നേരം നമ്മുടെ കുടുംബത്തിന്റെ കൂടെ അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ ഒക്കെ ചിലവഴിക്കുന്നു എന്നിങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ ഡെയിലി ഹാബിറ്റ്സിലെ ബാഡും നല്ലതും ചീത്തതും ഒക്കെ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. നമ്മളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഇട്ട് നോക്കിയാൽ തന്നെ മതി. അതിൽ കുറഞ്ഞത് ഒരു 3-4 തന്നെ ബാഡ് ഹാബിറ്റ് നമുക്ക് ഉണ്ടാവാം, അല്ലേ? ബാഡ് ഹാബിറ്റ് ഒന്നും പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ ആർക്കും കഴിയില്ല. ഓരോന്നും പയ്യെ പയ്യെ തന്നെ എടുത്ത് കളയേണ്ടതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ്സിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ആ ലിസ്റ്റിൽ നിന്നും ഓരോ ദിവസം നിങ്ങളുടെ ലൈഫിൽ ആ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ ബാഡ് ഹാബിറ്റ് ചേഞ്ച് വരുത്തി ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളയുന്നതിനോടനുസരിച്ച് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അത് വെട്ടിക്കളയാൻ ശ്രമിക്കുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 മന്ത് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നതാണ്. കുറച്ച് നല്ല ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കിയാലോ? അത് എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലേ? ഫസ്റ്റ് വൺ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക തന്നെ. രാവിലെ നേരത്തെ എണീച്ചാലുള്ള ഗുണം ഭയങ്കര നല്ലതാണ്. ഞാനും ഈ കാര്യത്തിൽ മടി പിടിച്ച ഒരാൾ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഓരോ ദിവസവും 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പേ എഴുന്നേൽക്കാൻ ഞാൻ എന്നും ശ്രമിക്കാറുണ്ട്. അതിനനുസരിച്ച് മാറ്റങ്ങൾ എനിക്ക് കാണാറുണ്ട് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ നാം എല്ലാവരും പറയുന്നതാണ്, എനിക്ക് സമയമില്ല, എനിക്ക് അതിന് ഒട്ടും സമയമില്ല, എനിക്ക് ചെയ്തു തീർക്കാൻ സമയം കിട്ടിയില്ല എന്നൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയല്ലേ ഉള്ളത്. അതിൽ എത്ര ആളുകൾ ടൈം സെറ്റ് ചെയ്ത് വിജയം കണ്ടെത്തിയിരിക്കുന്നു? എന്റെ കാര്യം തന്നെ പറയാം. ഞാൻ എല്ലാത്തിനും മടിയുള്ള ഒരാൾ തന്നെയായിരുന്നു. വെറുതെ മൊബൈൽ ചെയ്യുന്നു, പ്രോപ്പറായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യില്ല, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എൻ്റെ ലൈഫും. അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് മുജീബ് തുർക്കി എന്ന സാറിന്റെ മോട്ടിവേഷൻ വീഡിയോ എൻ്റെ കണ്ണിൽപ്പെട്ടത്. അത് ഭയങ്കര പവർഫുൾ ആയിരുന്നു. അന്ന് ഞാൻ ചിന്തിച്ചു, എനിക്ക് മാറണം. ഓരോ മാറ്റങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ വരുത്താൻ തുടങ്ങി. ഞാൻ എൻ്റെ ഓരോ ദിവസവും ഇങ്ങനെയാവണമെന്ന് തലേന്ന് തന്നെ ഓരോ ദിവസവും ഞാൻ പ്ലാൻ ചെയ്യാറുണ്ടായിരുന്നു. നമുക്ക് തന്നെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ, ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ജീവിതം ഒരു ചിട്ടയായ ശൈലിയിലൂടെ ഓരോ ഡേയും നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഒരു പ്ലാനിങ്ങും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ജീവിക്കാം. പക്ഷെ പ്ലാൻ ഉണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും അതത് സമയത്ത് പ്രോപ്പറായിട്ട് ചെയ്യാനും ടൈം ലാഭിക്കാനും നമുക്ക് സാധിക്കില്ലേ? പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പരമാവധി നെഗറ്റീവ് എനർജിയിൽ നിന്നും വിട്ടു നിൽക്കാൻ ശ്രമിക്കാം. അതിപ്പോ ക്ലോസ് ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും ആരായാലും. ഇനിയിപ്പോ നമുക്ക് മെന്റലി തളർത്താൻ ഉദ്ദേശിക്കുന്ന നമ്മൾ വായിക്കുന്ന പുസ്തകമാണെങ്കിൽ പോലും നെഗറ്റീവ് എവിടെ നിന്ന് കിട്ടുന്നോ അവിടെ നിന്നെല്ലാം നമ്മൾ പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. നമ്മുടെ ശരീരവും മനസ്സും എപ്പോഴും പോസിറ്റീവ് ആക്കുക. നടക്കില്ല എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുന്ന ഓരോ കാര്യവും നമുക്ക് നടത്താൻ കഴിയുന്നേ. അതാണ് ജീവിതം, അതാണ് നമ്മുടെ ജീവിതത്തിലെ സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.